കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക്. ചുരം കയറുന്ന വാഹനങ്ങളുടെ നിര അടിവാരം പിന്നിട്ടു. ഹൈവേ പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും കുരുക്കഴിക്കാൻ ശ്രമിക്കുകയാണ്. നിഖിൽ പ്രമേഷുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുമൊക്കെ ഒരുപാട് പേർ യാത്ര ചെയ്യുന്ന ദിവസം. എന്താണ് ഇന്ന് ഈ കുരുക്കിന് കാരണം? ഗൂഗിൾ, ക്രിസ്മസ് അവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകൾ, സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നിട്ടില്ല. അവസാന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാടധികം ആളുകൾ ഊട്ടി അടക്കമുള്ള മേഖലകളിലേക്കൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടി ഈ താമരശ്ശേരി ചുരത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ മുതൽ ഈ ഗതാഗത കുരുക്ക് അവിടെ രൂക്ഷമാണ്. 6 മണി മുതൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഗതാഗത കുരുക്ക് അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇതിന്റെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ചുരത്തിൽ നിന്നെല്ലാം മാറി അടിവാരം ഭാഗത്തേക്കൊക്കെ ഈ ബ്ലോക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു നിര അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഹൈവേ പോലീസും ചുരം സംരക്ഷണ സമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് ഈ വാഹനങ്ങളുടെ പോക്ക് വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി, അതായത് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ചില വാഹനങ്ങളൊക്കെ ഈ നിര തെറ്റിച്ച് കടന്നു വരുന്നത് മൂലം ഇത് പ്രതിസന്ധിയിലാകുന്നുണ്ട്. എന്തായാലും ഈ ഉച്ചയായിട്ടും ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. ഈ വയനാട് തുരങ്കപാതയൊക്കെ വേഗത്തിൽ സാധ്യമാക്കണമെന്ന് ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ഇത്രയധികം മണിക്കൂറുകൾ ഇവിടെ കുരുങ്ങിക്കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണ്. രോഗികളെ അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന രോഗികളെ അടക്കം ഇതിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ഹൈവേ പോലീസും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നതും. ശരി നിഖിൽ, ഏതായാലും ചുരത്തിൽ ഇത് പതിവ് കാഴ്ചയാണ്. കാലങ്ങളായി വയനാട്ടുകാരുടെയും ദുരിതവുമാണിത്. ഏതായാലും അവിടെ ഇപ്പോഴും ആ കുരുക്കഴിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് ഇപ്പോഴും ചുരത്തിൽ കാണാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.